മീൻകറി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി കഴിച്ചിട്ട് ഇന്നലെ കിടന്നുറങ്ങിയവരാണ്. ഇത് തയ്യാറാക്കിയ സുമതി എന്ന ഈ വീട്ടിലെ ഗൃഹനാഥ മരിച്ചുപോയി എന്നുള്ള ഒരു ദുഃഖ വാർത്തയാണ്. ആ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൻ്റെ ഏറെ ഞെട്ടലിലാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ച് സമാധാനത്തോടെ മകനും കൊടുത്ത് ഭർത്താവിനും കൊടുത്തതിന് ശേഷം ഉറങ്ങിയതാണ്. ആ ഒരു കണ്ണീർ കാഴ്ചയാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ അടുക്കള കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടവും ഒക്കെ നമുക്ക് ഉണ്ടായി. നമസ്കാരം. തൊടുപുഴയിൽ കുടയത്തൂർ അടൂർ മലയിൽ ഉരുൾപൊട്ടി തകർന്ന വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആ വീട് മുക്കാൽ ഭാഗത്തോളം ഒലിച്ചുപോയി. ആകെയുള്ള ഒരു ഭാഗം ഈ ഒരു വീടിൻ്റെ അടുക്കള മാത്രമാണ്. ഈ അടുക്കള നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തോരനുണ്ട്, പയർ തോരനോ ഇലത്തോരനോ ഉണ്ട്. അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ തയ്യാറാക്കി വെച്ച് ഇതൊക്കെ കഴിച്ചിട്ടാണ് മീൻകറി ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി കഴിച്ചിട്ട് ഇന്നലെ കിടന്നുറങ്ങിയവരാണ്. ഇത് തയ്യാറാക്കിയ സുമതി എന്ന ഈ വീട്ടിലെ ഗൃഹനാഥ മരിച്ചുപോയി എന്നുള്ള ഒരു ദുഃഖ വാർത്തയാണ്. അപ്പം ഇതൊന്നും ആലോചിക്കാതെ ഇത്തരത്തിലൊരു ഉരുൾപൊട്ടുന്ന ഒരു സ്ഥലമേ അല്ല ഇത്. ആ ഒരു സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിൻ്റെ ഏറെ ഞെട്ടലിലാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ. നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ അടുക്കള ഭാഗം കണ്ടത്. അടുക്കളയിൽ നോക്കിയപ്പോഴാണ് ഒരു വീട്ടമ്മ ഒരു വീട്ടിലേക്ക് തയ്യാറാക്കി വെക്കുന്ന ആഹാര സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് അതൊക്കെ ഈ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളിലൊക്കെ കറികളും കപ്പയും ചോറും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ തയ്യാറാക്കി വെച്ച് സമാധാനത്തോടെ മകനും കൊടുത്ത് ഭർത്താവിനും കൊടുത്തതിന് ശേഷം ഉറങ്ങിയതാണ്. പക്ഷേ 1:30 കൂടിയിട്ട് ഈ ഒരു ഉരുൾപൊട്ടി വീട് അടക്കം താഴേക്ക് പോവുകയായിരുന്നു. 200 മീറ്റർ താഴ്ചയിലാണ് ഈ വീട്ടിലെ ഗൃഹനാഥ സുമതി എന്ന വീട്ടമ്മ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഭർത്താവ് രവിയും മകൻ രതീഷും ഈ മണ്ണിനടിയിൽപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്തായാലും നാട്ടുകാരൊക്കെ പറയുന്നത് ഈ മണ്ണിടിച്ചിലിൻ്റെ കാരണം ഇതുവഴി റോഡുണ്ട്. ആ റോഡിന് സമീപം റോഡ് നിർമ്മാണത്തിന് ശേഷം അവിടെ നീക്കിയിട്ടിരുന്ന മണ്ണും കല്ലുമൊക്കെയാണ്. അതവിടെ കൂടിക്കിടന്നിട്ടാണ് ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടന്ന് വീണ്ടും ശക്തിയായിട്ട് ഉരുൾപൊട്ടി താഴേക്ക് വന്നതെന്നാണ്. മാത്രമല്ല അവിടെ ഒരു സൈഡ് വാൾ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ആ ഒരു കണ്ണീർ കാഴ്ചയാണ് നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ അടുക്കള കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടവും ഒക്കെ നമുക്ക് ഉണ്ടായി. തൊടുപുഴയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.